ആയൂർ ടു ഓയൂർ ന്യൂസിൻ്റെ സേവ് വെള്ളിയഞ്ചൽ ചിറ ക്യാമ്പയിൻ്റെ ഭാഗമായി നിങ്ങൾക്കും പ്രതികരിക്കാമെന്ന വേദിയിൽ ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവും ഇളമാട് പഞ്ചായത്തിലെ കണ്ണങ്കോട് വാർഡിൽപ്പെട്ട ആളുമായ ശ്രീ വിളയിൽ നസീറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നസീറിന് എന്താണ് പറയാനുള്ളത് ഈ ചിറയുമായി ബന്ധപ്പെട്ട്? എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രദേശത്ത് തന്നെ കാലങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു ചിറയാണിത്. ഇപ്പോൾ ഈ സമീപ പ്രദേശത്ത് ഇപ്പം തന്നെ ഇത് കണ്ടാൽ അറിയാം, ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണിത്. ഈ പ്രദേശത്ത് ഒരു കോറി മുതലാളി അദ്ദേഹത്തിൻ്റെ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇതിൽ ഈ കോറി വേസ്റ്റ്, മണ്ണ്, അതുപോലെ വലിയ മഴയുള്ള സമയത്ത് ഈ വേസ്റ്റ് മൊത്തം വന്ന് ഇതിനകത്താണ് അടിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അടിഞ്ഞ് ഈ മഴയുള്ള സമയങ്ങളിൽ ഈ വെള്ളം ഇതിനകത്ത് ഈ വേസ്റ്റ് അടിയുന്ന കാരണത്താൽ വെള്ളം ഇതിനകത്ത് താങ്ങില്ല. അപ്പോൾ ഈ വെള്ളം ഓവർഫ്ലോ ആയ റോഡിലൂടെ പോകുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ അടുത്ത സമീപകാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, പഞ്ചായത്ത് ഇടപെട്ട് ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ ഇതിനകത്ത് മുടക്കി ഇതിനെ നവീകരിച്ചതാണ്. എന്നിട്ടും വീണ്ടും ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരുപക്ഷെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളുമൊക്കെ ചേർന്നിട്ട് ഇതിനെ നമ്മുടെ പ്രദേശത്തിനും ജനങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപയോഗകരമാകുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ ഇതിനകത്ത് കുറേ ഉപയോഗം ഈ പ്രദേശത്തെ കോറി മുതലാളിക്ക് അവരുടെ പിന്നെ വാഹനങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികൾക്കൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗകരമാകുന്ന രീതിയിൽ ഇവരിത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പോയി നശിച്ചു പോകും, പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതെ ആയി മാറും ഇത്. അപ്പോൾ അതിന് ഈ പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടണം. അതുപോലെ തന്നെ പ്രദേശത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനകത്ത് ഇടപെടുകയും ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഏതാണ്ട് പാറയടങ്ങുന്ന 100 ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്ന് വരുന്ന വെള്ളം അത് അവിടെ JCBക്ക് ചാലെടുത്ത്, അത് നോക്കിയാൽ കാണാം, ചാലെടുത്ത് വെള്ളം ഈ റോഡിലേക്കാണ് ഒഴുക്കുന്നത്. ഈ വരുന്ന വെള്ളമാണ് എക്കലും ചെളിയുമായിട്ട് ഈ റോഡിൽ നിന്ന് ഇവിടെ ഈ ചിറയിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ പഞ്ചായത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം 6 ലക്ഷത്തോളം രൂപ മുടക്കി ഇതിനെ എക്കലും ചെളിയെല്ലാം മാറ്റി വൃത്തിയാക്കിയതാണ്. ഓരോ മഴ വരുമ്പോഴും വീണ്ടും ഈ പൂർവാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമലംഘനങ്ങൾ അത് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, പഞ്ചായത്ത് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് കണ്ടെത്തുകയും അതിന് കൃത്യമായിട്ട് തടയിടുകയും ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ഇതിനെല്ലാം അയാൾ തടസ്സപ്പെടുത്തി ഇത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. കോറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ എക്കലും തൊളിയും എല്ലാം വന്ന് ഇവിടെ വന്ന് അടഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളവും വേസ്റ്റും, അതായത് ആ വെള്ളം പോകുന്നത് വേസ്റ്റ് വന്ന് പാറക്കോറിൽ നിന്നുള്ള വേസ്റ്റ് വന്ന് അടഞ്ഞ് സേവ് വെള്ളിയഞ്ചൽ ചിറയുടെ ഭാഗമായി ആയൂർ ടു ഓയൂർ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ മുജീബാക്കൽ നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. പുള്ളി സൂചിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇങ്ങനെയാണ്. ഈ ചാല് ഇതുപോലെ ആ മുകളിൽ നിന്നുള്ള ആ മലയിൽ നിന്നുള്ള മുഴുവൻ JCB വെച്ച് വലിയ ചാലുകളായിട്ട് കീറി ആ വെള്ളം മുഴുവൻ ഈ റോഡിലൂടെ ഒഴുക്കി താഴേക്ക് വിട്ട് ഇതുവഴി വന്ന് ഈ താഴേക്ക് പോകുന്ന കുറേ റോഡിലൂടെയും പോകും, കുറേ ഭാഗം ആ ചാലിലൂടെ വന്ന് ഈ ചിറയിൽ ഇറങ്ങി ഇതുപോലെ ചിറയിൽ മണ്ണ് മൂടി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ കലുങ്ക് ഈ കാണുന്ന കലുങ്കിൻ്റെ അടിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോകാനുള്ള ഒരു മാർഗ്ഗമില്ലാത്ത നിലയിൽ എക്കലും തൊളിയും പാറ വേസ്റ്റും കോറി വേസ്റ്റുമായിട്ട് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ ഈ കുളം ഏകദേശം 1 കൊല്ലത്തിനകം ഈ കുളം മുഴുവനായി മൂടിപ്പോകും. നല്ല ആഴമുള്ള ഭാഗങ്ങൾ ഈ കുളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ആ കുളം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഈ കുളം മൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കലുങ്ക് മൂടി, ഇനിയിപ്പോൾ കുളത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ മൂടിക്കഴിഞ്ഞു. ഈ കാണുന്ന ഭാഗത്തൊക്കെ മൂടിക്കഴിഞ്ഞു. ഇനിയും അല്പം കൂടി താമസിച്ചാൽ വീണ്ടും ഇത് മൂടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏകദേശം ഒരു വർഷമോ 2 വർഷത്തിനുള്ളിൽ ഈ ഒരു കുളം കാലയവനികയ്ക്കുള്ളിൽ മറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ ഒരു കുളം എക്കലായി മൂടിക്കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാക്കി അവരുടെ അധീനതയിലേക്ക് മാറ്റാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നവർ മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രതികരിക്കാൻ കഴിയുന്നവർ പ്രതികരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.